1912 ഇറ്റലിയിലെ ഒരു പഴയ ലൈബ്രറിയിൽ നിന്ന് വിൽഫ്രഡ് വോയിനിച്ച് ഒരു പുസ്തകം കണ്ടെടുത്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുസ്തകത്തിലെ ഓരോ വരിയും ഓരോ ചിത്രവും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരെ പോലും കുഴപ്പിക്കുന്നതാണ്. ഈ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ നമ്മൾ ആദ്യം ഞെട്ടുന്നത് അതിന്റെ ചിത്രങ്ങൾ കണ്ടാണ്. സസ്യശാസ്ത്രജ്ഞന്മാർ പോലും ലോകം മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും ഇതിൽ വരച്ചിരിക്കുന്ന ഒരു ചെടിയെ പോലും ഭൂമിയിൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇലകൾ നമുക്ക് പരിചിതമാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ വേരുകളും പൂക്കളും തികച്ചും വിചിത്രമാണ്. ഏതോ അന്യഗ്രഹത്തിൽ നിന്നുള്ളവയെ പോലെ. അവിടെയും തീരുന്നില്ല നിഗൂഢത. ഈ പുസ്തകത്തിൽ ആകാശത്തിന്റെ ഭൂപടങ്ങളുണ്ട്, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കൃത്യമായി വരച്ചു ചേർത്തിട്ടുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കാണുന്ന രാശിചക്രങ്ങളോ നക്ഷത്ര സമൂഹമോ ഒന്നുമല്ല അത്. ഏതോ അജ്ഞാത ലോകത്തെ ആകാശത്തെ നോക്കി വരച്ചതുപോലെയാണവ. ഇതിനപ്പുറം ഒരു പച്ച നിറത്തിലുള്ള ദ്രാവകം നിറഞ്ഞ കുളങ്ങളിൽ സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വിചിത്രമായ ചിത്രങ്ങൾ കൂടി ചേരുമ്പോൾ ഇതൊരു സാധാരണ ഗ്രന്ഥമല്ലെന്ന് ഉറപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അതിസങ്കീർണമായ ശത്രുകോഡുകൾ നിഷ്പ്രയാസം തകർക്കുന്ന ക്രിപ്റ്റോഗ്രാഫർമാർ പോലും വോനിയിച്ച് മനുസ്ക്രിപ്റ്റിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുണ്ട്. ആധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകളും AI സാങ്കേതികവിദ്യയും പരാജയപ്പെട്ടെടുത്ത് ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ രഹസ്യ ഭാഷ നിർമ്മിച്ചത്? ഇതിലെ വാക്കുകൾക്ക് കൃത്യമായ താളമുണ്ട്, വ്യാകരണമുണ്ട്. ഇത് വെറുതെ കുത്തിവരച്ചതൊന്നുമല്ല, മറിച്ച് ആരോ ബോധപൂർവ്വം നിർമ്മിച്ച ഒരു രഹസ്യ ലിപിയാണ്. കാർബൺ ഡേറ്റിംഗ് പ്രകാരം 15ാം നൂറ്റാണ്ടിലേതാണ് ഈ പുസ്തകം. ലിയോനാർഡോ ഡാവിഞ്ചിയുടെ കാലത്തിന് മുമ്പുള്ളതാണ്. ലിയോനാർഡോ ഡാവിഞ്ചിയുടെ കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് ഇത്രയും വിപുലമായ അറിവ് ആർക്കാണ് ഉണ്ടാവുക? ചിലർ ഉറച്ചു വിശ്വസിക്കുന്നത് ഇത് അന്യഗ്രഹജീവികൾ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ഒരു വിജ്ഞാന കോശമാണ് എന്നാണ്. ഓരോ വരിയും വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു നിഗൂഢതയിൽ അകപ്പെടും. ഇതൊരു ഔഷധ ഗ്രന്ഥമാണോ, അതോ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള രഹസ്യരേഖയോ, അതോ ഇനി മനുഷ്യരാശിയെ പറ്റിക്കാൻ ആരോ മെനഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പോ? വോയിനിച്ച് മനുസ്ക്രിപ്റ്റ് ഇന്നും യേൽ സർവകലാശാലയിലെ ലൈബ്രറിയിൽ സുരക്ഷിതമായിരിക്കുന്നു, അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ആ നിമിഷവും കാത്ത്. വെബ് ഡെസ്ക് തത്വമൈ TV.